പ്രിയ പ്രേക്ഷകർക്ക് ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ജൂൺ 12 കഴിഞ്ഞാൽ കുറച്ച് നക്ഷത്രജാതകൾ ലക്ഷപ്രഭുക്കളാകും. സാമ്പത്തിക പുരോഗതിയുടെ നെറുകയിൽ എത്തുന്ന ഈ നക്ഷത്രജാതകരെക്കുറിച്ചും ഇവരെ കാത്തിരിക്കുന്ന സൗഭാഗ്യങ്ങളെക്കുറിച്ചും ഇൻഫിനിറ്റി സ്റ്റോറീസ് നിങ്ങൾക്ക് വേണ്ടി ഈ വീഡിയോയിലൂടെ വളരെ വിശദമായിട്ട് ഒന്ന് പങ്കുവെക്കുന്നു. വരും ദിവസങ്ങളിൽ ഇവരുടെ നക്ഷത്രഫലം വെച്ച് പറയുകയാണെങ്കിൽ ഇവർക്ക് രാജയോഗമാണ്. ഇതേക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ വീഡിയോയിലൂടെ പങ്കുവെക്കും മുമ്പ് എൻ്റെ പ്രിയ പ്രേക്ഷകരെ, നിങ്ങൾ ദയവായിട്ട് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ എൻ്റെ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കാൻ വേണ്ടിയിട്ട് ബെൽ ഐക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണം. വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്താനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കാതെ ഇരിക്കുക. എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ ഈ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നോക്കാം ഭരണി നക്ഷത്ര ജാതകരെക്കുറിച്ച്. ഭരണി നക്ഷത്ര ജാതകർക്ക് ഇന്ന് ആരംഭിക്കുന്ന രാജയോഗം വരുന്ന ഒരു മാസക്കാലം തുടർച്ചയായിട്ട് ഉണ്ടാകും. തൊഴിൽ രംഗം മെച്ചപ്പെടുകയും അവിടുത്തെ കലഹങ്ങൾ അവസാനിക്കുകയും ചെയ്യും. അഗ്നിബാധ, യന്ത്രത്തകരാർ തുടങ്ങിയവയ്ക്ക് ഉള്ള സാധ്യതകൾ മാറി തൊഴിൽ രംഗം മെച്ചപ്പെടും. സർക്കാർ ഉദ്യോഗസ്ഥർ സ്ഥലം മാറ്റത്തിനായിട്ട് കാത്തിരിക്കുന്ന വ്യക്തികൾക്ക് കുറച്ച് തടസ്സങ്ങൾ ഉണ്ടാകുമെങ്കിലും ഈ ആഴ്ചയുടെ അവസാനത്തോടു കൂടി കാര്യങ്ങൾ നേരെയാകും. പ്രാർത്ഥനകൾക്കെല്ലാം ഫലം കാണും. സ്ഥാനക്കയറ്റം ലഭിക്കാൻ സാധ്യതയുണ്ട്. പല പ്രകാരേണ ധനാഗമങ്ങളും കാര്യസാധ്യങ്ങളും ഇവർക്കുണ്ടാകുന്ന ഒരാഴ്ചയാണ് വരുന്നത്. ഈ ആഴ്ചയിൽ ശത്രുക്കളുടെ ഉപദ്രവങ്ങൾ വളരെ കുറവായിരിക്കും. കലഹ സ്വഭാവവും വിട്ടൊഴിയും. പ്രായോഗിക ബുദ്ധി കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ നേടിയെടുക്കാൻ സാധിക്കും. അപമാനം ഏൽക്കേണ്ടതായിട്ട് വരും. ബന്ധുക്കളുടെ സഹായം ലഭിക്കും. പാവപ്രവർത്തികളിൽ നിന്ന് മോചനം പ്രതീക്ഷിക്കാം. വ്യായാധിക്യം മൂലം മനസ്വസ്ഥത കിട്ടാതിരിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകും. പുതിയ അറിവുകൾ നേടാൻ ശ്രമിക്കുന്നവർക്ക് സാഹചര്യം അനുകൂലമാണ്. സ്വജനങ്ങൾക്ക് പ്രാധാന്യം ലഭിക്കും. നടുവുവേദന, ഒടിവ്, ചതവ് ഇവ ശ്രദ്ധിക്കണം. ദോഷനിവാരണത്തിന് ശിവന് ധാര കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ ഒന്ന് ശ്രദ്ധിക്കുക. ഇനി രോഹിണി നക്ഷത്ര ജാതകരെക്കുറിച്ച് നോക്കാം. ഈ ആഴ്ചയിൽ സാമ്പത്തിക പുരോഗതി കൈവരിക്കുകയും ചിലവുകൾ കുറയുകയും ചെയ്യുന്നൊരു സാഹചര്യം കാണുന്നുണ്ട്. എല്ലാ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കും അവരുടെ തൊഴിൽ രംഗം മെച്ചപ്പെട്ടൊരു സമയമാണ്. തൊഴിലിൽ നിന്നുള്ള വരുമാനം ഇരട്ടിക്കും. കാര്യസാധ്യങ്ങൾ ഉണ്ടാകും. ചില വിശേഷ ഭാഗ്യ അനുഭവങ്ങൾക്കും ഇടയുണ്ട്. ഭൂമിയിൽ നിന്നുള്ള വരുമാനം വർദ്ധിക്കും. ദാമ്പത്യ സുഖം ഉണ്ടാകും. കമിതാക്കളുടെ വിവാഹം നടക്കും. നല്ല കർമ്മങ്ങൾക്ക് വേണ്ടി പണം ചിലവഴിക്കാൻ സാധിക്കും. ധനകാര്യ പ്രവർത്തനങ്ങളിൽ കൂടുതൽ ഭംഗിയായിട്ട് ഇടപെടാൻ ഇവർക്ക് അവസരങ്ങളുണ്ട്. പൊതുവെ സുഖ അനുഭവങ്ങൾ പ്രതീക്ഷിക്കാം. നെഞ്ചിനകത്തുണ്ടാകുന്ന അസുഖങ്ങൾക്ക് ശമനം കണ്ടു തുടങ്ങും. നിർബന്ധ ബുദ്ധി പ്രകടമാക്കാൻ കൂടുതൽ സാധ്യത വിദ്യാർത്ഥികളിൽ കാണുന്നു. ഈ ശീലം മാറ്റിവെക്കാൻ ഒന്ന് ശ്രദ്ധിക്കണം. ക്രൂര ചിന്തകൾ മനസ്സിൽ ഉദിക്കാൻ സാധ്യതയുണ്ട്. ജലമാർഗങ്ങൾ വഴിയുള്ള യാത്രകൾ ശ്രദ്ധിക്കണം. വലിയ ദുഃഖ അനുഭവങ്ങൾ മാറിത്തുടങ്ങും. ബന്ധുജന സഹായം ഉണ്ടാകും. ദോഷനിവാരണത്തിന് ശിവന് മൃത്യുഞ്ജയ മന്ത്രപുഷ്പാഞ്ജലി കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ ശ്രദ്ധിക്കുക. ഇനി തിരുവാതിര നക്ഷത്ര ജാതകരെക്കുറിച്ച് നോക്കാം. തർക്കവിഷയങ്ങളിൽ വിജയം വരിക്കാനുള്ള എല്ലാ സാധ്യതകളും തിരുവാതിര നക്ഷത്ര ജാതകരിൽ കാണുന്നുണ്ട്. സന്താന ഉൽപാദനത്തിനുള്ള ചികിത്സകൾക്ക് തടസ്സം വരാതിരിക്കാൻ ഒന്ന് ശ്രദ്ധിക്കണം. മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ താൽപ്പര്യമെടുത്ത് പ്രവർത്തിക്കാൻ സാധിക്കും. പാപകർമ്മങ്ങളിൽ താൽപ്പര്യം വർദ്ധിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. പുതിയ സംരംഭങ്ങൾ വിജയിക്കും. മറ്റുള്ളവരുടെ അപവാദം പറച്ചിൽ വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. ഇതിന് തടയിട്ടില്ലെങ്കിൽ പിന്നീട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ വരും. പുതിയ സംരംഭങ്ങൾ വിജയിക്കും. അതുപോലെ തന്നെ ബന്ധുജനങ്ങൾക്ക് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാകുന്നൊരു സമയം കൂടിയാണ്. അലങ്കാര വസ്തുക്കൾ വാങ്ങാൻ സാധിക്കും. അഭീഷ്ടകാര്യസിദ്ധി ഉണ്ടാകും. വ്രണങ്ങൾ, പ്രമേഹബുദ്ധിയായ മറ്റ് അസുഖങ്ങൾ
സന്ധിവേദന ഇവ ശ്രദ്ധിക്കണം. പലവിധ ആപത്തുകളും ജീവിതത്തിൽ നിന്ന് അത്ഭുതകരമായിട്ട് തന്നെ ഒഴിഞ്ഞു പോകും. ചില സുഖ അനുഭവങ്ങൾ ഉണ്ടാകും. ധനകാര്യ പ്രവർത്തനങ്ങൾക്ക് മുടക്കം വരാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഉപാസനകൾക്കും തടസ്സം വരാതിരിക്കാൻ ശ്രദ്ധിക്കണം. നാൽക്കാലികളിലെ രോഗങ്ങൾ ഭേദപ്പെടും. ഈ നക്ഷത്ര ജാതകർ ദോഷനിവാരണത്തിന് ഗണപതി ഹോമം കഴിച്ച് പ്രാർത്ഥിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നമുക്ക് പൂയം നക്ഷത്ര ജാതകരെ കുറിച്ചൊന്ന് നോക്കാം. ബന്ധുജനങ്ങളുടെ സഹകരണം മൂലം ഒരുപാട് സന്തോഷ സാഹചര്യങ്ങൾ ലഭിക്കും. വിവാഹ ആലോചനകൾ ഉറപ്പിക്കാനും കുടുംബത്തിൽ സ്ത്രീകൾ മൂലം സാമ്പത്തിക നേട്ടങ്ങൾ കൈവരിക്കാനും സാധിക്കും. ഗവൺമെൻറ്റുമായിട്ടുള്ള കാര്യസാധ്യങ്ങൾ കാലതാമസം മാറി പണം ലഭിക്കാനുള്ള സാധ്യതകളും ഇവരിൽ കാണുന്നുണ്ട്. കലഹങ്ങൾ വലുതാകാതെ ശ്രദ്ധിക്കണം. ചില കാര്യങ്ങളിൽ നേതൃഗുണങ്ങൾ ലഭിക്കും. അധികാരസ്ഥാനങ്ങളിൽ എത്താനുള്ള സാധ്യതകൾ ഉണ്ട്. അച്ഛനുമായോ പിതൃതുല്യവരുമായിട്ടോ പുറത്ത് സ്ഥലത്തൊക്കെ പോകാൻ ഒരു അവസരം ലഭിക്കുന്നതാണ്. ഈ സമയത്ത് അക്ഷമ വളരെ കൂടുതലാകും. ദാനശീലം ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. ശൂരത പ്രകടിപ്പിക്കാതിരിക്കുക. പലവിധ രോഗാരിഷ്ഠിതകൾ പ്രത്യേകിച്ച് ത്വക്കുബന്ധിയായവ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഭാഗ്യ അനുഭവങ്ങൾക്കുള്ള തടസ്സങ്ങൾ നീങ്ങിക്കിട്ടും. സഹായികളുമായി വേർപിരിയാതിരിക്കാൻ ശ്രദ്ധിക്കണം. ദോഷനിവാരണത്തിന് ശാസ്താവിന് നീരാഞ്ജനം കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ഉത്രം നക്ഷത്ര ജാതകരെ കുറിച്ച് ഒന്ന് നോക്കാം. നല്ല അറിവുകൾ നേടാൻ ശ്രമിക്കുകയാണെങ്കിൽ അതിനുള്ള എല്ലാ വഴികളും നിങ്ങൾക്ക് തെളിഞ്ഞു കിട്ടും. സാമ്പത്തിക പുരോഗതി കൈവരിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും പുത്തൻ മാർഗങ്ങൾ തെളിഞ്ഞു കിട്ടും. മറ്റുള്ളവരെക്കുറിച്ച് നിന്ദ്യമായി സംസാരിക്കാതിരിക്കാൻ ഒന്ന് ശ്രമിക്കണം. കാര്യങ്ങൾ മെച്ചപ്പെടാൻ ഈ സമയം വളരെ നല്ലതാണ്. നേത്രരോഗം, ഉദരവ്യാധി ഇവയ്ക്ക് ശമനം കണ്ടു തുടങ്ങും. കലഹഭയം മനസ്സിൽ നിന്ന് മാറും. ശത്രുപീഡകളിൽ നിന്ന് മോചനം പ്രതീക്ഷിക്കാം. ഭൂമിയുടെ കച്ചവടത്തിൽ ലാഭം നേടാനാകും. ധനപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ മാറിക്കിട്ടും. ചില ഭാഗ്യ അനുഭവങ്ങൾക്കും ഇടയുണ്ട്. തൊഴിൽ രംഗം മെച്ചപ്പെടും. ചില ധനനഷ്ടങ്ങളിൽ നിന്ന് മോചനം പ്രതീക്ഷിക്കാം. പ്രണയങ്ങൾ സഫലമാകും. പുതിയ ഗൃഹനിർമ്മാണത്തിന് തുടക്കം കുറിക്കാൻ നല്ല സമയമാണ്. നാൽക്കാലി വളർത്തൽ മെച്ചപ്പെടും. അഗ്നിബാധ ശ്രദ്ധിക്കണം. ദോഷനിവാരണത്തിന് ഭഗവതി ക്ഷേത്രത്തിൽ ഭാഗ്യസൂക്തം പുഷ്പാഞ്ജലി കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ ഇവർ ശ്രദ്ധിക്കുക. ഇനി അത്തം നക്ഷത്ര ജാതകരെ കുറിച്ച് നോക്കാം. ഇവരുടെ ജീവിതത്തിൽ ഇതുവരെ നേരിട്ട് കൊണ്ടിരുന്ന ദുഃഖ അനുഭവങ്ങൾക്ക് കുറവ് വരും. മക്കളുടെ ആരോഗ്യ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധിക്കാൻ സാധിക്കും. ചില ഭാഗ്യ അനുഭവങ്ങൾക്കും ഇടയുണ്ട്. കാര്യതടസ്സങ്ങൾ മാറിക്കിട്ടും. സ്ഥാനമാനങ്ങളും സ്ഥാനക്കയറ്റവും ലഭിക്കും. കാൽനട യാത്ര കൂടുതലായിട്ട് വേണ്ടിവരും. ബന്ധുജനങ്ങൾക്ക് സൗഖ്യം ലഭിക്കും. ദന്തരോഗം ഉള്ളവർക്ക് പല്ല് എടുക്കുകയും ശസ്ത്രക്രിയകൾ നടത്തുകയും ചെയ്യേണ്ട സാഹചര്യങ്ങൾ കാണുന്നുണ്ട്. ത്വക്ക് രോഗം പ്രത്യേകം ശ്രദ്ധിക്കണം. വിദ്യാഭ്യാസത്തിലെ തടസ്സങ്ങൾ തരണം ചെയ്യാൻ പുതിയ മാർഗങ്ങൾ കണ്ടെത്തും. തൊഴിൽ രംഗവും നല്ല രീതിയിൽ മുന്നോട്ട് പോകും. മരാമത്ത് പണികൾക്ക് പണം ചിലവാക്കേണ്ടതായിട്ട് വരികയും പഴയൊരു ഗൃഹം മോടി പിടിപ്പിക്കാൻ സാധിക്കുകയും ചെയ്യും. മംഗളകാര്യങ്ങൾക്കുള്ള തടസ്സങ്ങൾ നീങ്ങി കുടുംബത്തിൽ മംഗളകാര്യങ്ങൾ നടക്കാനുള്ളൊരു യോഗവും കാണുന്നുണ്ട്. ജന്തുക്കളുടെ ഉപദ്രവം കുറഞ്ഞു തുടങ്ങും. ഇവർ ദോഷനിവാരണത്തിന് സർപ്പ ആരാധനാ കേന്ദ്രത്തിൽ മഞ്ഞൾ പൊടി ചാർത്തി സർപ്പസൂക്ത പുഷ്പാഞ്ജലി കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി ചോതി നക്ഷത്ര ജാതകരെ കുറിച്ചൊന്ന് നോക്കാം. സ്വജനങ്ങളുടെ സഹായ സഹകരണം ഇവർക്ക് എപ്പോഴും ഉണ്ടാകും. ബന്ധുജനങ്ങളോട് സ്നേഹം കൂടുതലാകും. സജ്ജനങ്ങളുമായിട്ട് കൂടുതൽ ബന്ധപ്പെടാൻ അവസരങ്ങളുണ്ട്. സൽക്കർമ്മങ്ങൾ ചെയ്യാൻ അവസരം ലഭിക്കും. മനസ്വസ്ഥത വർദ്ധിക്കും. മക്കളെ കൊണ്ട് സമാധാനം ലഭിക്കും. മക്കൾക്കുള്ള ദുഃഖ അനുഭവങ്ങൾ മാറിക്കിട്ടും. പുതിയ വീടിനായിട്ട് ശ്രമം തുടങ്ങാം. കാര്യസാധ്യങ്ങൾ ഉണ്ടാകും. ധനലാഭങ്ങൾ ഉണ്ടാകും. കുടുംബജനങ്ങൾക്കും ബന്ധുജനങ്ങൾക്കും അഭിവൃദ്ധി ഉണ്ടാകും. ഉദരവ്യാധി, പനി, ചുമ ഇവ ശ്രദ്ധിക്കണം. രക്തസമ്മർദ്ദത്തിൻ്റെ അനിശ്ചിതാവസ്ഥയും ഒന്ന് സൂക്ഷിക്കണം.
ദുർജനങ്ങളുമായിട്ടുള്ള ബന്ധങ്ങൾക്ക് കോട്ടം തട്ടാതിരിക്കാൻ ഒന്ന് ശ്രദ്ധിക്കുക. വിവാഹ ആലോചനകൾ സഫലമാകും. പണം വായ്പ കൊടുത്താൽ തിരികെ കിട്ടില്ല എന്നൊരു ബുദ്ധിമുട്ടുണ്ട്, അത് ശ്രദ്ധിക്കണം. ഇവർ ദോഷനിവാരണത്തിന് ഭഗവതി ക്ഷേത്രത്തിൽ ദ്വാദശാക്ഷരി മന്ത്രപുഷ്പാഞ്ജലി കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ ഒന്ന് ശ്രദ്ധിക്കുക.